നമ്മുടെ ക്ലാസ്സിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ആരൊക്കെയാണ് ട്രിപ്പിനുള്ളത്, അല്ലെങ്കിൽ ആരാണ് ട്രിപ്പിന് പോകുന്നത് എന്ന് ചോദിക്കുക. ഇതെങ്ങനെ അവർ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എങ്ങനെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഹൂ ഈസ് ഗോയിങ് ഫോർ ദ ട്രിപ്പ് എന്ന് പറയാം. ഓക്കെ, ആരാണ് ട്രിപ്പിന് പോകുന്നത്, ഹൂ ഈസ് ഗോയിങ് ഫോർ ദ ട്രിപ്പ് എന്ന് ചോദിക്കാം. സോ ആരാണ്, നമ്മളൊരു ക്വസ്റ്റ്യനിൽ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹു ആർ യു എന്നൊക്കെ ചോദിക്കാറില്ലേ. സോ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യുക. സോ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹൂ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഏതാണ് നിൻ്റെ ബാഗ്? ഇവിടെ ഒരു കൂട്ടം ബാഗ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നിൻ്റെ ബാഗ് ഇതിൽ ഏതാണ് നിൻ്റെ ബാഗ് എന്ന് ചോദിക്കുക. സോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? വിച്ച് ഈസ് യുവർ ബാഗ്? ഒബ്ജക്റ്റ് ഏതും ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബുക്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. സോ ഏതാണ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ടാഗാണ് യൂസ് ചെയ്യുക? വിച്ച് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളോട് ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞു, അപ്പം നമ്മൾ അവരോട് ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ അറിയാം, നിന്നോട് ആരാ പറഞ്ഞതെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. സോ നിനക്ക് എങ്ങനെ അറിയാം എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹൗ ഡിഡ് യു നോ എന്ന് ചോദിക്കാം. ഓക്കെ, സോ ഹൗ ഡിഡ് യു നോ? നിനക്ക് എങ്ങനെ അറിയാം? എങ്ങനെ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? ഹൗ. ഓക്കെ, ഹൗ ആർ യു ഡൂയിങ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പോൾ എങ്ങനെ എന്നുള്ളതിന് നമ്മൾ ഹൗ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നീ സമ്മാനം ആർക്ക് കൊടുത്തു? നീ സമ്മാനം ആർക്ക് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഏതാണെന്ന് നോക്കാം. സോ നീ സമ്മാനം ആർക്ക് കൊടുത്തു? ഹൂം ഡിഡ് യു ഗിവ് ദ പ്രസന്റ് അല്ലെങ്കിൽ ഗിഫ്റ്റ്? സോ നീ ആ ഗിഫ്റ്റ് ആർക്ക് കൊടുത്തു എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹും ഡിഡ് യു ഗിവ് ദ ഗിഫ്റ്റ് എന്ന് ചോദിക്കാം. സോ ആർക്ക് എന്നുള്ളതിന് നമ്മൾ പറയുന്നതാണ് ഹും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ആരാണ് എന്നുള്ളതിന് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഏത് ക്വസ്റ്റ്യൻ ടാഗാണ് യൂസ് ചെയ്യുക? ഹു ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഏതാണ് എന്നാണ് നമ്മൾ ഒരാളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ വിച്ച് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു എങ്ങനെ എന്നുള്ളതിന് നമ്മൾ ഹൗ ആണ് യൂസ് ചെയ്യുക. ഇനി ആർക്ക് എന്നുള്ളതിന് ഹൂം എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ. English Cafe. We present you the perfect English.